നമസ്കാരം. അങ്ങനെ നമ്മുടെ മലയാളത്തിലെ എമ്പുരാൻ മെഗാ നമ്മൾ മുകളിൽ പ്രതീക്ഷിക്കാത്തത്ര വൻ വിജയത്തിലേക്ക് 1000 കോടി തന്നെ കടക്കുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് എമ്പുരാൻ മുന്നേറുന്നു. പൃഥ്വിരാജിന്റെ അതിഭയങ്കരമായ പ്രൊമോഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഭയങ്കരമായ ബുദ്ധി, ആ ബുദ്ധിയിൽ സത്യം പറഞ്ഞ മറുനാടൻ ഉൾപ്പെടെ കരുക്കളാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം ഈ ഗുജറാത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്നതിന് ശേഷം ഈ സംഘി ചാനലുകൾ ഇരുന്ന് കരഞ്ഞു മെഴുകിയാണ്. അത് കാണരുത്, അത് കൊള്ളത്തില്ല, അത് രക്ഷപ്പെടില്ല. ഏറ്റവും കൂടുതൽ എടുത്തു പറയണമെങ്കിൽ മറുനാടൻ സ്കറിയ ഡെയിലി ഈ പറയുന്ന അരമണിക്കൂർ വെച്ച് ഓരോ വീഡിയോ ഈ പടം പൊളിഞ്ഞ് പാളീസായി ഇതിന് ഈ ലാഭം കൊയ്യില്ല, ഈ പറയുന്ന ഈ സാധനം എന്താണ് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു വെഴുകുന്ന ഈ പറഞ്ഞ സാജൻ സ്കറിയയെ പോലുള്ളവർക്ക് ഒരു വൻ തിരിച്ചടി. കാരണം ഈ സാജൻ സ്കറിയെ വരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണ് എന്ന് പൃഥ്വിരാജ് വളരെ കൃത്യമായിട്ട് സാജൻ സ്കറിയെ പോലുള്ള സംഘി ചാനലുകളെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അതിവിദഗ്ധമായ ഒരു പ്രൊമോഷൻ ടെക്നിക്കാണ് ഇവിടെ പൃഥ്വിരാജ് നടപ്പിലാക്കി എടുക്കുന്നത്. അതിന്റെ ഒരു ഫലം നമുക്ക് കാണാൻ സാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ അത് 10-11 ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിയപ്പോൾ ലാസ്റ്റ് 1 മണിക്കൂറിൽ ചെയ്ത ബുക്കിംഗ് ആണ്. അവിടെ ഏതാണ്ട് 24,000 പേരാണ് അവസാനത്തെ 1 മണിക്കൂറിൽ ഈ പറയുന്ന എമ്പുരാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? എന്ത് ഹ്യൂജ് ആണ്. ട്രെൻഡിങ് 1 ആണ് ഇപ്പൊ. മറ്റാരും പറയും, സാജൻ സ്കറിയ പറയുന്നുണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, ബുക്കിംഗ് ക്യാൻസൽ ആകുന്നു, മറ്റേ 100 കോടി എന്ന് പറഞ്ഞാൽ മൊത്തം ഫേക്ക് ആണ്, 14 കോടിയെ കിട്ടുള്ളൂ, ഇതുപോലുള്ള പച്ച കള്ളങ്ങൾ വിളിച്ചു പറയാണ്. എങ്ങനെയെങ്കിലും ഈ പടത്തിനെ തകർക്കണമെന്ന്. പക്ഷേ നിങ്ങൾ ഈ സിനിമയെ പറയും പോലെ ഇത് കളിക്കുന്നത് സാത്താനുമായിട്ടാണ്. ദിസ് ഗെയിം ഈസ് ഡീൽ വിത്ത് ദ ഡെവിൾ എന്ന് പറയും പോലെ ഡെവിളിന്റെ അല്ലെങ്കിൽ സാത്താന്റെ ആ പവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ എത്രത്തോളം ഇതിനെ അടിച്ച് അല്ലെങ്കിൽ താഴ്ത്തി പറയാൻ ശ്രമിക്കുന്നു, എത്രത്തോളം ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നു, അതിന്റെ ഇരട്ടിയിൽ ഈ പറയുന്ന പടം അങ്ങോട്ട് ഹിറ്റിന്റെ പുറത്ത് ഹിറ്റ്. നിങ്ങൾ ഇത് ആര് പറയുന്നതും കേൾക്കണ്ട. ഞാൻ പറയുന്നതോ സാജൻ സ്കറിയ പറയുന്നതോ മോഹൻലാൽ പറയുന്നതോ പൃഥ്വിരാജ് പറയുന്നതോ ഒന്നും കേൾക്കണ്ട. നിങ്ങളെ ബുക്ക് മൈ ഷോ എടുത്ത് നോക്ക്, അതിന്റെ ട്രെൻഡിങ് നോക്ക്. അതിൽ ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടാകും നോക്ക്. 2 ദിവസത്തേക്ക് ഉണ്ടാവാം. ഈ പറയുന്ന ഏറ്റവും ഫ്രണ്ടിൽ ഒരു റോ കാണും. അത് ചുമ്മാ കിട്ടിയാലും ആരും എടുക്കാത്ത സംഭവം. പിന്നെ അതും ഈ പറഞ്ഞ പടം പിന്നീട് തുടങ്ങാനതിന് തൊട്ട് മുമ്പ് അതും ഫില്ലാവും. അങ്ങനെ ഒരു സീറ്റ് പോലും പിന്നീട് ഒഴിയാതെ എല്ലാം ഫില്ലായിക്കൊണ്ടാണ് ഈ പടം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, നിങ്ങൾക്ക് അതും വിശ്വാസമില്ലെങ്കിൽ ഇപ്പോ വിവാദത്തിന് ശേഷം പടം കണ്ടിറങ്ങി വന്നവരുടെ തിയേറ്റർ റെസ്പോൺസ് എടുത്ത് നോക്കിയാൽ അവർ തന്നെ പറയുന്നുണ്ട്, ഇതെന്തരാണ് ഇത് പറയണമെന്നൊരു പിടുത്തമില്ല, ഇതിനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നൊന്നും പിടുത്തമില്ല. എല്ലാവരും പറഞ്ഞ ഈ ഡീഗ്രേഡ് കണ്ടിട്ടാണ് അല്ലെ കേട്ടിട്ടാണ് ഇത് പോക്ക് വയസ്സാണ് എന്ന് കണ്ടിട്ടാണ് നമ്മൾ പടം കാണാൻ വന്നത്. പക്ഷെ അവർ ഞെട്ടിപ്പോയി. ഒരു കണക്കിന് ഈ ഡീഗ്രേഡ് വന്നല്ലോ. ഈ പറയുന്ന അശ്വന്ത് കോക്ക് പോലുള്ള മറ്റേ സിനിമയുടെ മറ്റവൻ എന്നൊക്കെ വിചാരിക്കുന്ന അശ്വന്ത് കോക്കും ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്ന് കരഞ്ഞു ഈ പടം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു നെഗറ്റിവിറ്റി മനസ്സിലുണ്ട് ഇവരയില്. ആ പടം എന്തായാലും ആവറേജ് ആയിരിക്കും എന്നൊരു വിചാരവുമായിട്ടാണ്. എന്തായാലും പടം കണ്ടല്ലേ പറ്റുള്ളൂ. കാരണം കേരളത്തിൽ നിന്ന് വരുന്ന ഇത്രയും മഹത്തായ ഒരു പടം കണ്ടല്ലേ പറ്റുള്ളൂ. ഒരു വട്ടം എന്തായാലും ആരായാലും കാണും. അതുകൊണ്ട് കാണാൻ വേണ്ടി ഈ ഒരു ഡിസപ്പോയിന്റ്മെന്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കാണും. പക്ഷെ അവർക്കിത് വളരെ കൃത്യമായിട്ട് അവർ ഞെട്ടിപ്പോയി. ഈ പടത്തിനെയാണോ ഇവരൊക്കെ ഈ പറയുന്നവരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് തുടക്കം മുതൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ റിവ്യൂ പോയി കാണണം, ഈ പടം പോയി കാണണം. ഇനി ആത്മാർത്ഥമായിട്ട് പറയുന്നവരുണ്ട് കേട്ടോ, ഇതെനിക്ക് ബോറായി, അവരുടെ അടുത്ത് എനിക്ക് ഒരേ ഒരു സജഷനേ ഉള്ളൂ, നിങ്ങൾ ആ പടം ഒരിക്കൽ കൂടി കണ്ടു നോക്കുക. ഈ പടം ഒരിക്കൽ കൂടി കണ്ടു നോക്കിയാൽ ഇതിന്റെ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. എല്ലാവരും ഫസ്റ്റ് ഹാഫ് ഇഷ്ടമായില്ല എന്ന് പറയുന്നവർക്ക് എനിക്ക് മനസ്സിലായത് അവർക്ക് ഫസ്റ്റ് ഹാഫ് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ എന്ത് ചെയ്യുന്നു, മോഹൻലാൽ മുണ്ട് കൊടുത്തുകൊണ്ട് വരുന്നു, പഴയ സ്റ്റീഫനായിട്ട് തിരിഞ്ഞു. അവർക്ക് അതാണ് ഇഷ്ടം. ഫസ്റ്റ് ഹാഫ് എന്റെ വൈഫായാലും അവർക്കൊന്നും മനസ്സിലായില്ല. ഫസ്റ്റ് ഹാഫിൽ കുറെ രാജ്യങ്ങൾ കാണിക്കുന്നു, ബോംബ്. എന്താണ് ഖുറേഷി എബ്രാം എന്ന് പറയുന്ന ആൾ എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. കഥ എന്താണ് പറഞ്ഞു തുടങ്ങണമെന്ന് ആർക്കും മനസ്സിലായി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി. സെക്കൻഡ് ഹാഫിനെ കേട്ട് ഞാൻ ത്രില്ലടിച്ച് കണ്ട സാധനം ഫസ്റ്റ് ഹാഫാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും ഈ പറയുന്ന സംസാരങ്ങൾ കേൾക്കാൻ നിങ്ങൾ പോയി കാണുന്നല്ല. ഇപ്പൊ വരുന്ന ഞാനൊരു കാര്യം, ഇതിന്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു എങ്ങനെയാണ്. ഇനിയിപ്പോ ഇതിന് 17 കട്ട് വരാൻ പോകണം എന്ന് പറഞ്ഞു. അറിയാമല്ലോ, 17 കട്ട് വന്നിട്ട് ഈ വരുന്ന വ്യാഴാഴ്ച 17 കട്ടും മ്യൂട്ടും പലയിടത്തും മ്യൂട്ട് ചെയ്തിട്ട് ഇതിന്റെ പുതിയ പകർപ്പ് വരും തന്നല്ലോ. ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം
ബുക്കിങ്ങിന്റെ ഒരു കുത്തൊഴുക്കാണ് കാണുന്നത്. ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ 1 മണിക്കൂർ കൊണ്ട് ഇന്നലെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ 1 മണിക്കൂറിൽ 17, 14, 18 ആ ലെവലിൽ നിന്ന, അതിലും താഴെ ഒരു 5000, 6000 ആ ലെവലിലേക്കാണ് നിന്ന സാധനം ഈ പറയുന്ന കട്ട് ചെയ്ത വെർഷൻ ഇനി 7 ആഴ്ച മുതൽ കട്ട് ചെയ്ത വെർഷനാണ് വരാൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് ബുക്കിങ്ങിന്റെ ഒരു കുത്തൊഴുക്ക് കാണാൻ സാധിക്കുന്നു. അത് ടവേനെ ചാടിക്കൊണ്ട് 24 മണിക്കൂറിൽ 24,000 പേരും നമ്മൾ ചില്ലറ കേസല്ലേ. ഇതിനി കൂടത്തേ ഉള്ളൂ. ഇനി അങ്ങോട്ടും പോകുമ്പോൾ രാവിലെയാണ്, കുറച്ച് വൈകിട്ടോട്ട് പോകുമ്പോൾ 24 പട്ട കയറും. ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴും നമ്പർ 1. ഇനി ഇതിന്റെ കളക്ഷൻ എന്തായാലും ഇപ്പൊ 150 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള, അതായത് 3 ദിവസം കൊണ്ട് 150 കോടി പിന്നീട് ക്രോസ് ചെയ്തു എന്നുള്ള വാർത്തകൾ വന്നു. ഓവർസീസിൽ മാത്രം ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് അവർ കളക്ട് ചെയ്തത് 7.6 മില്യൺ ഓവർസീസിൽ മാത്രം. അതായത് ഏതാണ്ട് 65 കോടി രൂപയാണ് ഇന്ത്യക്ക് വെളിയിൽ. മനസ്സിലായോ? ഇന്ത്യക്ക് വെളിയിൽ മാത്രം. അതായത് ഇന്ത്യക്ക് വെളിയിൽ ഇതിനു മുമ്പേ കളക്ട് ചെയ്ത റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സ്, അത് ഓവറോൾ അവർ മൊത്തത്തിൽ അവർ കളക്ട് ചെയ്ത് 8.7 മില്യൺ ആയിരുന്നു മഞ്ഞുമൽ ബോയ്സ്. 2018 കളക്ട് ചെയ്തത് 8.26 മില്യൺ ആണെങ്കിൽ ലൂസിഫർ 7.71 മില്യൺ ആയിരുന്നു. മനസ്സിലായോ? അതായത് എവരായിരുന്നു മുമ്പ് ഓവർസീസിൽ മൊത്തം ഒരു പടത്തിന്റെ മൊത്തത്തിൽ കളക്ട് ചെയ്ത് ഈ ഒരു കളക്ഷൻ, അതായത് മഞ്ഞുമൽ ബോയ്സ് ആണ് 8.7 മില്യൺ ഇതുവരെ ടോപ്പിൽ നിൽക്കുന്നത് ഓവർസീസിൽ കളക്ട് ചെയ്തത്. ഇത് 2 ദിവസം കൊണ്ട് അത് ഈ പറയുന്ന എമ്പുരാൻ 7.6 മില്യൺ എത്തി എന്നാണ് 2 ദിവസം കൊണ്ട്. അപ്പൊ ഇത് പടം തീരുമ്പോ എല്ലാം പഴങ്കഥകളാവും. എല്ലാം ഇനി എമ്പുരാന്റെ താഴെ നിൽക്കുകയും ആദ്യത്തെ ഓവർസീസിൽ ആദ്യമായി 100 കോടി കടക്കുന്ന മലയാളം സിനിമയായി മാറും. മനസ്സിലായി? എനിക്കത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏതാണ്ട് 10 സിനിമകൾ മാത്രമേ ഓവർസീസിൽ 100 കോടി കടന്നിട്ടുള്ളൂ. അത് 2, 3 ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതാണ് ഇപ്പൊ 65 കോടിയായി. ഒരാഴ്ചക്കകത്ത് ഈ 100 കോടി ഈ പറയുന്ന ഓവർസീസിൽ മറികടക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇപ്പൊ ഈ പറയുന്ന പൃഥ്വിരാജിന്റെ ആ ഒരു പ്രൊമോഷൻ ടെക്നിക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പോകണമെന്നുള്ള വാർത്ത വരുന്നു അല്ലേ? കട്ട് ചെയ്യാൻ പോകുന്നു. അത് ആരും അവനെ നിർബന്ധിച്ചില്ല. പലർക്കും പ്രതിഷേധങ്ങൾ വന്നു. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന നമ്മുടെ ആരാണ് പ്രൊഡ്യൂസർ തന്നെ ആന്റണി പെരുമ്പാവൂർ തന്നെ നേരിട്ട് വന്നിറങ്ങി ഇന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് അവർ തന്നെ വന്നിട്ട് ഒരു 17 ഭാഗങ്ങൾ പലതരത്തും മ്യൂട്ട് ചെയ്തും കട്ട് ചെയ്തും കൊണ്ട് സെൻസർ ബോർഡിലേക്ക് കൊടുക്കുന്നു. ഇത് നമ്മൾ എടുത്തോട്ട് സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, അവരുടെ അപ്രൂവലിന് വേണ്ടി കൊടുക്കുന്നു. എന്തിന്? അപ്പൊ ആരും നിർബന്ധിച്ചില്ല. അതിപ്പോ ഏത് പടം ഇറങ്ങുമ്പോഴും അവിടെയും ഇവിടെയൊക്കെ ഈ പറഞ്ഞ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴും കാശ്മീർ ഫയൽസ് അതൊക്കെ ഇറങ്ങിയപ്പോഴൊക്കെ ഈ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ആരെയും കട്ട് ചെയ്തില്ല. ഇവിടെ ഇവ എന്ത് ചെയ്തു? കട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി പറയാണ്, നമ്മൾ കട്ട് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഈ പറഞ്ഞ 16-ാം തീയതി വ്യാഴാഴ്ചക്ക് ശേഷം നമ്മൾ പുതിയ വെർഷൻ തിയേറ്ററിൽ എത്തും. ഇവിടെ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ആൾക്കാർ കട്ട് ചെയ്യുന്നുമ്പോ ഈ സാധനം ഒന്ന് കാണണം എന്നറിഞ്ഞുകൊണ്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബുക്കിംഗ് ആണ് ഇപ്പൊ സംഭവിച്ചത്. അതിനൊക്കെ കരുവാക്കുന്നത് ഈ മലയാളി വാർത്ത പോലുള്ള സാജൻ സ്കറിയ അവിടെ കരുവാക്കളെയാണ്. അവരൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എത്രത്തോളം ഇവർ ഇതിനെ വിമർശിക്കുന്നുവോ അത്രത്തോളം ഇതിന് പ്രൊമോഷൻ കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം. രണ്ടാമത് ഈ കട്ട് ചെയ്തല്ലോ, അതായത് കാണാത്തവർക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം കാണണം. ഇനി കണ്ടവർക്കോ ഏത് ഭാഗമാണ് കട്ട് ചെയ്തെന്നറിയണ്ടേ? ഇപ്പൊ എന്റെ വീട് ഞാൻ ഏതായാലും കട്ട് ചെയ്ത് അത് കാണാൻ വേണ്ടിയുള്ള വീണ്ടും ഒരു ത്വര വരും. സത്യം തന്നെയാണ്, എനിക്ക് ആ ത്വര വന്നിട്ടുണ്ട്. ഇനി ഇവന്മാർ ഈ 17 കട്ടെന്ന് പറയുമ്പോൾ ഏതൊക്കെ ഭാഗം കട്ട് ചെയ്തിരിക്കും അതൊന്ന് കാണണമല്ലോ എന്നൊരു ചിന്ത. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എത്രയൊക്കെ ചവിട്ടി താഴ്ത്തിയാലും എമ്പുരാൻ സൂപ്പർ പടമാണ്. ഞാൻ ഫസ്റ്റ് ദിവസം ഈ പറയുന്ന പെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഈ BJP അനുകൂലികൾ അവരെ കുരു പൊട്ടിക്കൊണ്ട് നടത്തുന്നതൊന്നും നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ ആരും കേൾക്കില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുറെ വന്ന കമന്റുകൾ എത്രയൊക്കെ ഡിഗ്രേഡ് വന്നാലും ശരി, ഇത് ആരും കേൾക്കുന്നില്ല. അതിന്റെ ഈ പറയുന്ന ബുക്കിങ്ങിനോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനോ ഒരു കുറവും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ ബുക്കിംഗ് കൂടി വരികയും ഒരു ബ്രഹ്മാണ്ഡ പടം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലപ്പോ കൂടുതൽ കളക്ട് ചെയ്യുന്ന ക്യാഷ് കളക്ട് ചെയ്യുന്ന ഒരു പടമായിട്ട് മാറിയാലും അത്ഭുതമൊന്നുമില്ല. അമ്മാതിരിയാണ് പ്രേക്ഷക പിന്തുണ വരുന്നത്. സാജൻ സ്കറിയെ പോലുള്ളവർ ഇതിനെ കരഞ്ഞ് മെഴുകി മോങ്ങുകയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ടെക്നിക്കാണ് ഈ പറയുന്ന പൃഥ്വിരാജ് അടക്കമുള്ളവരെ കൊണ്ട്. ഇനിയിപ്പം ഈ 17 ഭാഗങ്ങൾ കട്ട് ചെയ്യുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട്? ചിലപ്പം കട്ട് ചെയ്താൽ അങ്ങനെ എനിക്ക് കുഴപ്പമില്ല, കട്ട് ചെയ്യേണ്ടെന്ന് കരുതി. ഇനി കട്ട് ചെയ്താലും കട്ട് ചെയ്തില്ലെങ്കിലും പടം ഓടുമെന്നുള്ളതിന് ഒരു ഇതുമില്ല. ഇനി ഇപ്പൊ ഈ പറയുന്ന ഇതിന് ശേഷം, ഈ വിവാദങ്ങൾക്ക് ശേഷം, ഇത്രയും നെഗറ്റീവ് റിവ്യൂസിന് ശേഷം ചെന്ന് കണ്ടവരൊക്കെ അന്തം വിട്ടിരിക്കുന്നത് ഈ പടത്തിനെയാണല്ലോ നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു. നിങ്ങൾ ആദ്യം തിയേറ്റർ റെസ്പോൺസ് പോയി നോക്കൂ. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം. കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ സിനിമാ മോഹികളാണ് ഇതുവരെയായിട്ട് കാണാത്തവരെയും പോട്ട്.
ഇതൊരു നഷ്ടമായിരിക്കും, തീരാ നഷ്ടമായിരിക്കും തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.